ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഓണമൊക്കെ അടുത്ത് വരികയാണല്ലേ. എല്ലാവരും സന്തോഷവാനും സന്തോഷവതികളായിരിക്കുന്നു. എല്ലാവരും ഓണത്തിൻ്റെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വളരെ ധൃതിയിലും വളരെ ഹാപ്പി ആയിട്ടും എല്ലാം ഒക്കെ ഓർഗനൈസ് ചെയ്ത് ഓണം ആഘോഷിക്കാനായിട്ട് കാത്തിരിക്കുകയായിരിക്കും എല്ലാവരും, അല്ലയോ? എന്തായാലും എൻ്റെ ഓണാശംസകൾ എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും, എൻ്റെ വ്യൂവേഴ്സിനും, എൻ്റെ കൊച്ചു കുട്ടികൾക്കും, എൻ്റെ വ്ലോഗ് കാണുന്ന എല്ലാവർക്കും ഓണാശംസകൾ, മുൻകൂട്ടി ഓണാശംസകൾ കേട്ടോ. അപ്പോൾ ഞാനിന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു കാര്യമാണ് കേട്ടോ. ഈ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കാറുണ്ടോ? അതായത് സോറി എന്നുള്ളൊരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? ചില ആൾക്കാർ എന്ത് തെറ്റ് തന്നെ ചെയ്താലും, എന്ത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്താലും, അറിഞ്ഞുകൊണ്ട് ചെയ്താലും, അവർ അറിയാതെ ചെയ്താലും അവർ സോറി പറയാറില്ലല്ലോ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് അനുഭവപ്പെട്ടു, നമ്മുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? അത് സോറി പറയുക തന്നെ വേണം ഓപ്പോസിറ്റ് ആളിനോട്, അല്ലേ? അത് ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷം ഉണ്ടാവും. അവർ പറയണം, ഓ ഇറ്റ്സ് ഓക്കെ, പോട്ട് എന്ന് പറയുമ്പോൾ അത് നമുക്കുണ്ടാവുന്ന ആ ഒരു ഫീലിംഗ് ഇല്ലേ, ആ ഫീലിംഗ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഹസ്ബൻഡും വൈഫും ആയാൽ തന്നെയും തീർച്ചയായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിച്ചാൽ അത് സോറി പറയാൻ തീർച്ചയായിട്ടും മുതിരണം. കാരണം ഒരു സോറി കൊണ്ട് ഒരുപാട് വർഷത്തെ വിഷമങ്ങൾ ഒരു നിമിഷം കൊണ്ട് പറന്നു പോകും. ഒരു ടച്ച് മതിയാവും നമ്മളെ സ്വാന്തനപ്പെടുത്താൻ. അതുപോലെ തന്നെ ഒരു സോറിയും തീർച്ചയായിട്ടും നിങ്ങൾ സോറി പറഞ്ഞ് പഠിക്കുക, നമ്മുടെ കുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ, ബൈ ഫോർ നൗ. ബൈ, സീ യു സൂൺ.